പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ഫോർബിഡൻ ഡോർ എന്ന AEWൻ്റെ ഇന്ന് കഴിഞ്ഞ പേപ്പർ വ്യൂയിൽ ജോൺ മോക്സ്ലിയുടെ മത്സരത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ചും, രണ്ടാമത്തേത് സെത്ത് റോളിൻസ് വില്ലനാകാൻ പോകുന്നു എന്നുള്ള വാർത്തയെ സംബന്ധിച്ചും, അവസാനത്തേത് റസൽമേനിയ 41 മെയിൻ ഇവൻ്റ് മത്സരത്തിൻ്റെ റൂമേഴ്സിനെ സംബന്ധിച്ചുമാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. ഒന്നാമതായി പങ്കുവെക്കുന്നത് AEW ഇന്ന് നടത്തിയ ഫോർബിഡൻ ഡോർ എന്ന പേപ്പർ വ്യൂയിലെ ജോൺ മോക്സ്ലിയുടെ മത്സരത്തെ സംബന്ധിച്ചാണ്. AEW ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗ് എന്ന ജാപ്പനീസ് റെസ്ലിംഗ് കമ്പനിയും കൂടി ഒരുമിച്ച് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നടത്തി വരുന്ന ഒരു പേപ്പർ വ്യൂ ആണ് ഫോർബിഡൻ ഡോർ എന്ന് പറയുന്നത്. ഈ ഒരു വർഷത്തെ ഫോർബിഡൻ ഡോറിൽ ജോൺ മോക്സ്ലിക്ക് മത്സരമുണ്ടായിരുന്നു. IWGP വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ജോൺ മോക്സ്ലി ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിലെ ടോപ്പ് സ്റ്റാറായ ടെറ്റ്സുയ നൈറ്റോ എന്ന് പറയുന്ന റെസ്ലറിനെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത്. മത്സരത്തിൽ ടെറ്റ്സുയ നൈറ്റോ വിജയിക്കുകയാണെങ്കിൽ G1 ക്ലൈമാക്സ് എന്ന് പറയുന്ന NJPWൻ്റെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ടൂർണമെൻറ്റിൽ അദ്ദേഹത്തിന് ലഭിച്ച സ്പോട്ട് ജോൺ മോക്സ്ലിക്ക് വിട്ടുകൊടുക്കും എന്നുള്ളതാണ് നൈറ്റോ മുന്നിലേക്ക് വെച്ച സ്റ്റിപ്പുലേഷൻ. മത്സരത്തിന് വലിയ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. മത്സരത്തിൽ ജോൺ മോക്സ്ലിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് നൈറ്റോ പുതിയ IWGP വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. 2024 അതുപോലെ തന്നെ 2023 തുടങ്ങിയതിൽ AEW കരിയറിൽ ജോൺ മോക്സ്ലിക്ക് അങ്ങനെ പറയത്തക്ക വലിയ വിജയങ്ങളൊന്നും നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിൻ്റെ വേൾഡ് ചാമ്പ്യൻ ആയി എന്നുള്ളത് മാറ്റി നിർത്തിയാൽ AEWയിൽ പ്രത്യേകിച്ച് ഗുണം ഒന്നും ജോൺ മോക്സ്ലിക്ക് അദ്ദേഹത്തിൻ്റെ ഈ ഒരു കരിയർ സമയത്തിനുള്ളിൽ നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. AEWയിൽ ജോൺ മോക്സ്ലിയുടെ കരിയർ ഗ്രാഫ് താഴത്തേക്ക് പോകുകയാണോ എന്നുള്ളൊരു വലിയൊരു സംശയവും ഇപ്പോൾ ഉണ്ടാക്കുന്നുണ്ട്. AEWയിൽ ഇനി ജോൺ മോക്സ്ലിക്ക് ചെയ്യാൻ സ്റ്റോറി ലൈൻ ഒന്നും ബാക്കിയില്ല എന്നുള്ളതും AEWയിൽ കൃത്യമായിട്ടുള്ളൊരു പുഷ് ജോൺ മോക്സ്ലിക്ക് കിട്ടുന്നില്ല എന്നുള്ളതിൻ്റെ മറ്റൊരു കാരണം കൂടിയാണ്. ഡീൻ ആംബ്രോസായി ഈ WWEയിലേക്ക് ജോൺ മോക്സ്ലി ഉടനെ തിരികെ വരണം എന്നുള്ളൊരു ആഗ്രഹമാണ് എനിക്കുള്ളത്. കാരണം വിൻസ് മിക്മാൻ ഇപ്പോൾ WWEയിൽ നിന്ന് പൂർണ്ണമായി ഇല്ലാതായത് കൊണ്ട് തന്നെ ട്രിപ്പിൾ എച്ച് ഡീൻ ആംബ്രോസിന് നല്ല പരിഗണന കൊടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ജോൺ മോക്സ്ലി എന്ന ക്യാരക്ടർ അവസാനിപ്പിച്ചുകൊണ്ട് ഡീൻ ആംബ്രോസിൻ്റെ ഒരു തിരിച്ചുവരവിനായി കാത്തിരിക്കുന്നു. രണ്ടാമത്തെ അപ്ഡേറ്റ് സെത്ത് റോളിൻസ് എന്ന് പറയുന്ന സൂപ്പർ താരത്തെ സംബന്ധിച്ചാണ്. നിലവിൽ നമുക്ക് ലഭിക്കുന്ന ഒരു റൂമർ സെത്ത് റോളിൻസ് വൈകാതെ വില്ലനാകും എന്നുള്ളതാണ്. നിലവിൽ സെത്ത് തിരികെ വന്നിട്ടുള്ളത് പഴയ ആ ഒരു ഹീറോ ടൈപ്പ് ക്യാരക്ടർ ചെയ്തുകൊണ്ടാണ്. കൂടാതെ ഈ ഞായറാഴ്ച നടക്കാൻ പോകുന്ന മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ഡെമിൻ പ്രീസ്റ്റിനെയും സെത്ത് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ ചലഞ്ച് ചെയ്യുന്നുണ്ട്. ഈ മത്സരം തന്നെയായിരിക്കും മെയിൻ ഇവൻറ്റിൽ നടക്കാൻ സാധ്യത കൂടുതലുള്ളത്. മത്സരത്തിൽ ഒരു 50-50 ചാൻസ് ആണ് പ്രീസ്റ്റിനും സെത്തിനും എന്നുണ്ടെങ്കിലും പ്രീസ്റ്റ് വിജയിക്കാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സെത്തിൻ്റെ ഒരു ഹീൽ ടേൺ നമുക്ക് വൈകാതെ കാണാൻ സാധിക്കുമെന്നും ആ ഹീൽ ടേണിൻ്റെ സ്റ്റോറി ലൈനിലൂടെ ആയിരിക്കും സെത്ത് റസൽമേനിയ 41 അദ്ദേഹത്തിൻ്റെ സ്റ്റോറിയും മത്സരവും ചെയ്യാൻ പോകുന്നത് എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. ഇതൊരു ജസ്റ്റ് ഒരു റൂമർ മാത്രമാണ്. ഈ ഒരു റൂമർ നമുക്ക് കിട്ടുന്നത് സീറോ ന്യൂസ് എന്ന് പറയുന്ന ട്വിറ്റർ ഹാൻഡിലിൽ നിന്നാണ്. വില്ലനായി കഴിഞ്ഞിട്ടുള്ള സെത്തിൻ്റെ പ്രകടനം അത് ഗംഭീരമായിരിക്കും. അദ്ദേഹം ഒരു ഹീറോ ലെവലിൽ നിൽക്കുന്നതിനേക്കാൾ മികച്ച രീതിയിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് പുറത്തേക്ക് എടുക്കാൻ എപ്പോഴും സാധിക്കാറുള്ളത് വില്ലനായി നിൽക്കുന്ന ആ ഒരു സമയത്താണ്. അപ്പോൾ ഇനി സെത്തിൻ്റെ ആ ഒരു വില്ലനിലേക്കുള്ള ഒരു പോക്ക് അത് ഗംഭീരമായിരിക്കും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. അപ്പോൾ സെത്ത് പഴയ പോലെ ആ ആർക്കിടെക്റ്റ് എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്ത് വില്ലൻ ആകുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് റസൽമേനിയ 41 മെയിൻ ഇവൻറ്റിനെ സംബന്ധിച്ചുള്ള റൂമേഴ്സാണ്. സീറോ ന്യൂസ് എന്ന് പറയുന്ന ട്വിറ്റർ ഹാൻഡിൽ നിലവിൽ പുറത്തേക്ക് വിടുന്ന ഒരു റൂമർ റസൽമേനിയ 41 ഇപ്പോൾ WWE ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഒരു മെയിൻ ഇവൻറ്റ് പ്ലാൻ എന്ന് പറയുന്നത് നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻ ആയിക്കൊണ്ട് കോഡി റോഡ്സ് തന്നെ റസൽമേനിയ 41 പോകുന്നു. അദ്ദേഹത്തിൻ്റെ ടൈറ്റിൽ രണ്ട് റെസ്ലേഴ്സിനെതിരെ ഒരു ട്രിപ്പിൾ ത്രെറ്റ് മത്സരത്തിൽ ഡിഫെൻഡ് ചെയ്യുന്നു. എതിരാളികൾ റോമൻ റെയിൻസും റോക്കുമാണ്. റോമൻ റെയിൻസ് വേഴ്സസ് ദി റോക്ക് തമ്മിലുള്ള ആ ഒരു ഫ്യൂഡ് നമുക്ക് ഈ ഒരു വർഷമോ അല്ലെങ്കിൽ അടുത്ത വർഷത്തിൻ്റെ തുടക്കത്തിലോ പ്രതീക്ഷിക്കാം. ആ ഒരു ഫ്യൂഡിലൂടെ പിന്നീട് ഈ രണ്ട് റെസ്ലേഴ്സും കോഡി റോഡ്സിൻ്റെ ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ചലഞ്ച് ചെയ്യുന്നതും ആയിരിക്കാം നമുക്ക് റസൽമേനിയ 41 കാണാൻ സാധിക്കുക. അതിന് കാരണങ്ങളുണ്ട്. ഓൾറെഡി റോമൻ റെയിൻസ് റസൽമേനിയ 40 പരാജയപ്പെട്ട് കഴിഞ്ഞു. അദ്ദേഹത്തിന് ഒരു റീമാച്ചിനുള്ള ഒരു അവകാശമുണ്ട്. റോക്കാണെങ്കിൽ ഇനി തിരികെ വന്നാൽ കോഡി റോഡ്സിനെ ആയിരിക്കും ചലഞ്ച് ചെയ്യുക എന്നുള്ളതും അറിയിച്ചിട്ടുണ്ട്. ഓൾറെഡി റോക്കും റോമനും തമ്മിലുള്ള ഒരു
ഫ്യൂഡ് വരുന്നു എന്നുള്ളതിൻ്റെ റൂമേഴ്സ് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കണക്ട് ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം ഒരു ട്രിപ്പിൾ ത്രെറ്റ് മത്സരത്തിലേക്കാണ് റസൽമേനിയ 41 കൊണ്ടുപോകുന്നത്. റസൽമേനിയ 41 ഈ ഒരു ട്രിപ്പിൾ ത്രെറ്റ് മത്സരമാണ് അനൗൺസ് ചെയ്യപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ WWE ചരിത്രത്തിലെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് റസൽമേനിയ മെയിൻ ഇവൻ്റ് ആയിരിക്കും നമുക്ക് അടുത്ത വർഷം കാണാൻ സാധിക്കുക. അപ്പോൾ റോമൻ വേഴ്സസ് റോക്ക് തമ്മിലുള്ള ആ ഒരു ഫ്യൂഡ്, ആ ഒരു മത്സരം അത് നമുക്ക് ഈ ഒരു വർഷം എന്തായാലും കാണാൻ സാധിക്കില്ല. അതൊരു റസൽമേനിയ മെയിൻ ഇവൻ്റ് തലത്തിലുള്ള ഒരു മത്സരം തന്നെയാണ്. അത് നമുക്ക് പിന്നീട് വരുന്ന റസൽമേനിയ 42 പ്രതീക്ഷിച്ചാൽ മതി. എന്തായാലും ഇത്തരത്തിലുള്ള റൂമേഴ്സാണ് പുറത്തേക്ക് വരുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.